5ാം ക്ലാസ്സിലെ സയൻസിലെ ചാപ്റ്റർ 1 ഒറ്റയല്ലൊരു ജീവിയും. ആഹാരശൃംഖലാജാലം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പരബന്ധമാണ് ആഹാരശൃംഖലാജാലം. ആഹാരശൃംഖല. ആഹാരശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാരശൃംഖല. ഉദാഹരണം: പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം. സസ്യങ്ങൾ അല്ലെങ്കിൽ ഉൽപാദകർ. സമുദ്രമെന്ന ആവാസവ്യവസ്ഥയിലെ ഉത്പാദകർ. പ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറുസസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം. ഉദാഹരണം: വയൽ, പുൽമേടുകൾ, മരുഭൂമി, ധ്രുവപ്രദേശങ്ങൾ, കണ്ടൽക്കാടുകൾ, സമുദ്രം, വനങ്ങൾ. ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവിയവും ആജീവീയവും ആയ ഘടകങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യം ആഫ്രിക്കൻ മുഷി. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരം ആക്കുന്നത്. ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസവ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. ആഗോള കടുവ ദിനം ജൂലൈ 29. ഇന്ത്യ ഗവൺമെന്റ് പ്രോജക്ട് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1. പ്രകാശസംശ്ലേഷണം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജത്തിന്റെ സഹായത്താൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ പ്രകാശസംശ്ലേഷണം എന്നു പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാരം നിർമ്മാണത്തിന് സഹായിക്കുന്നത്. പ്രകാശസംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ: ഓക്സിജൻ, ഗ്ലൂക്കോസ്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം. ഓക്സിജൻ. ശ്വസനഫലമായി എല്ലാ ജീവികളും പുറന്തള്ളുന്ന വാതകം. കാർബൺ ഡൈ ഓക്സൈഡ്. ഫൈലോടാക്സി. ഒരു ചെടിയുടെ തണ്ടിൽ ഇലകളുടെ ക്രമീകരണത്തെ വിന്യാസം അല്ലെങ്കിൽ ഫൈലോടാക്സി എന്നു പറയുന്നു. ഫൈലോടാക്സി 3 തരം. 1. ഏകാന്തര വിന്യാസം. ഒരു പർവ്വത്തിൽ നിന്നും ഒരു വശത്തേക്ക് ഒരു ഇല എന്ന രീതിയിലുള്ള വിന്യാസം. ഉദാഹരണം: റോസ്, ചെമ്പരത്തി, മാവ്. 2. എതിർ വിന്യാസം. ഒരു പർവ്വത്തിൽ നിന്നും ഇരുവശത്തേക്ക് ഓരോ ഇലകൾ എന്ന രീതിയിലുള്ള ക്രമീകരണം. ഉദാഹരണം: പേര, തുളസി, തെച്ചി. 3. സർപ്പില വിന്യാസം. ഒരു പർവ്വത്തിനു ചുറ്റും 3 അതിലധികമോ ഇലകൾ വിന്യസിച്ചിരിക്കുന്ന രീതി. ഉദാഹരണം: സൂര്യകാന്തി, അരളി, ഏഴിലം പാല. പ്രകാശസംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷവാതകം. കാർബൺ ഡൈ ഓക്സൈഡ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം. ഹരിതകം. സസ്യങ്ങളിലെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണകങ്ങൾ. ചുവപ്പ് നിറം ആന്തോസയാനിൻ. ഓറഞ്ച് നിറം കരോട്ടിൻ. മഞ്ഞ നിറം സാന്തോഫിൽ. അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശസംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മസുഷിരങ്ങൾ. സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം. ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം. കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം. ആർഗൺ. എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഇവയിലെ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാനും കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു. ഉദാഹരണം: ഓർക്കിഡുകൾ, മരവാഴ. അർദ്ധപരാദങ്ങൾ. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്നു പറയുന്നു. ഉദാഹരണം: ഇത്തിൽക്കണ്ണി, ചന്ദനം. പൂർണ്ണപരാദങ്ങൾ.
ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം മൂടില്ലാത്താളി, റഫ്ലേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ. അർദ്ധപരാഗങ്ങളും പൂർണ്ണപരാഗങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്തു വളരുന്ന സസ്യങ്ങൾ. ശവോപജീവികൾ. ഉദാഹരണം നിയോട്ടിയ, മോണോത്രോപ്പ, പൂപ്പലുകൾ. പൂപ്പലുകൾക്ക് ഉദാഹരണം കൂണുകൾ. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മൈക്രോസ്കോപ്പ്.